എല്ലാവർക്കും നമസ്കാരം. ഡോക്ടർ സൗമ്യയാണ്. ആദ്യമായി തന്നെ എല്ലാവർക്കും ഈദ് ആശംസകൾ നേരുന്നു. ഇന്ന് UAE ഇന്നാണ് ഈദ്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ നാളെയാണ്. സോ എല്ലാവർക്കും ഈദ് ആശംസകൾ. നമുക്കത്ര സന്തോഷം തരുന്ന ഒരു ഈദല്ല. കാരണം കുവൈറ്റിലുണ്ടായ ഇന്ത്യക്കാർക്കുണ്ടായ, അല്ലെങ്കിൽ ഇന്ത്യക്കാരെന്ന് പറയാൻ സാധിക്കില്ല, അവിടെ ഉണ്ടായ മനുഷ്യർക്കുണ്ടായ 49-50 പേരുടെ ജീവൻ നഷ്ടപ്പെട്ടൊരു കാര്യം, അതിന്റെ വേദന ഇപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മളെക്കാളൊക്കെ എത്രയോ മടങ്ങ് ആ കുടുംബങ്ങൾ അതിന്റെ വേദന തിന്നിനി ജീവിക്കണം. നമുക്കിപ്പോഴും അതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ വിങ്ങലാണ്. പക്ഷെ ചില കാര്യങ്ങളൊന്നും നമ്മുടെ നിയന്ത്രണത്തിലല്ല, അല്ലെ? നമുക്ക് ഇന്ന് നമ്മൾ ജീവനോടെ ഉണ്ട്, നാളെ നമ്മൾ ഈ ഭൂമുഖത്ത് ഉണ്ടാവുമോ എന്നുള്ളതൊന്നും നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളല്ല. സോ ജീവിക്കുന്ന ദിവസങ്ങൾ നന്നായി ജീവിക്കുക എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കൂ. ഒന്നിനും ഒരു നിശ്ചയവുമില്ലാത്തൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. സോ ഇന്ന് പലരും എന്നോട് സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ടൊരു വിഷയം, നമുക്കറിയാം, ഇതിന്റെ വാർത്തകളൊക്കെ വന്ന സമയത്ത് നമ്മൾ വായിച്ചതും കേട്ടതുമായിട്ടുള്ളൊരു കാര്യമുണ്ട്. ഒരു തീപിടുത്തം ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ എല്ലാവരും കരുതുക പൊള്ളലേറ്റ് മരിക്കുന്നു എന്നുള്ളതാണ്. പൊള്ളലേറ്റും ആളുകൾ മരിക്കും, ഇല്ല എന്നല്ല പറയുന്നത്. പക്ഷേ ബഹുഭൂരിപക്ഷം മരണങ്ങളും പൊള്ളലേറ്റിട്ടല്ല സംഭവിക്കുന്നത്, അല്ലെങ്കിൽ മരണങ്ങൾ പൊള്ളൽ കൊണ്ടല്ല സംഭവിക്കുന്നത്. നിങ്ങൾ ആ വിഷ്വൽസ് കണ്ട സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഒരു ബഹുനില കെട്ടിടം നിന്ന് കത്തുന്ന സമയത്ത് ആ കെട്ടിടത്തിൽ നിന്ന് അതിന്റെ ജനലിൽ കൂടെയും വാതിലിൽ കൂടെയൊക്കെ പുറത്തേക്ക് വമിക്കുന്ന ആ കറുത്ത പുക നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും, അല്ലെ? ഇതിന്റെ വിഷ്വലുകൾ ധാരാളം വന്നിട്ടുണ്ടായിരുന്നു എല്ലാ TV ചാനലുകളിലും. സോ ഞാൻ ശ്രദ്ധിച്ചത് അതാണ്. അതിന്റെ പുറത്തേക്കുള്ള എല്ലാ ജനലുകളുടെ കൂടെയും വന്നത് കറുകറുന്നനെയുള്ള പുകയായിരുന്നു. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, പുറത്തേക്ക് ഇത്രയും പുക വമിക്കണം എന്നുണ്ടെങ്കിൽ ആ കെട്ടിടത്തിന്റെ ഉള്ളിൽ എന്തായിരിക്കും അവസ്ഥ? ആ കെട്ടിടത്തിന്റെ ഉള്ളിൽ പെട്ടുപോയ ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പോലും പറ്റാത്ത രീതിയിൽ ആ പുക മറച്ചിട്ടുണ്ടായിരിക്കും, അല്ലെ? ആ കറുത്ത പുക. അപ്പോ ഇത് കാഴ്ചയെ മറയ്ക്കുന്നത് മാത്രമല്ല, ഒരു സ്ഥലത്ത് ഒരു തീപിടുത്തം ഉണ്ടാവുന്ന സമയത്ത് എന്താ ഉണ്ടാവുക എന്നറിയോ? അവിടുത്തെ കത്തുമ്പോൾ ഈ കത്തുന്ന ഓക്സിജൻ, പെട്ടെന്ന് ഓക്സിജൻ വേണം നമുക്ക് കത്താൻ, അല്ലെ? എന്ത് തീ കത്തണം എന്നുണ്ടെങ്കിലും കമ്പഷൻ എന്ന് പറയുന്ന സംഭവത്തിന് ഓക്സിജൻ വേണം. പക്ഷേ ഈ പറയുന്ന ഇതൊക്കെ അടച്ചിട്ട മുറികളായിരിക്കും പലതും, അല്ലെങ്കിൽ വായുസഞ്ചാരം കുറവുള്ള സ്ഥലങ്ങളായിരിക്കും. അവിടെ തീ കത്തുന്ന സമയത്ത്, അതായത് ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് തീ കത്തുന്ന സമയത്ത് അവിടെയുള്ള ഓക്സിജന്റെ ലഭ്യത വളരെ കുറവായതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടുള്ള ഒരു തീ കത്തൽ സംഭവിക്കില്ല. അതായത് ഒരു ടോട്ടൽ അല്ലെങ്കിൽ കംപ്ലീറ്റ് കമ്പഷൻ അവിടെ നടക്കുന്നില്ല. അതിന്റെ ഫലമായിട്ട് തന്നെ കാർബൺ ഡയോക്സൈഡിനേക്കാൾ കൂടുതൽ, നോർമൽ രീതിയിൽ തീ കത്തുമ്പോൾ ഉണ്ടാവുന്ന കാർബൺ ഡയോക്സൈഡിനേക്കാൾ കൂടുതൽ കാർബൺ മോണോക്സൈഡ് ആണ് ഉണ്ടാവുക. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്, അല്ലെ? ഈ കാർബൺ മോണോക്സൈഡ് കാരണം ഉണ്ടാവുന്ന മരണങ്ങളെ പറ്റി നമ്മൾ പലതവണ, ഇപ്പോൾ AC പൊട്ടിത്തെറിച്ചിട്ട് മരിക്കുന്ന സന്ദർഭങ്ങളിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള അടച്ചിട്ട റൂമുകളിൽ ഉണ്ടാവുന്ന പല മരണങ്ങളും പലപ്പോഴും കാർബൺ മോണോക്സൈഡ് കാരണമാണ് ഉണ്ടാവുന്നത്. സോ ഇങ്ങനെ ഒരു സന്ദർഭത്തിലും, അതായത് ഒരു കെട്ടിടത്തിന്റെ ഉള്ളിൽ തീ പടരുന്ന സന്ദർഭത്തിൽ കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്ന വാതകമാണ് പരിധിക്ക് അപ്പുറത്തേക്ക് ഉണ്ടാവുക. ഈ വാതകത്തിന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് നമ്മൾ ശ്വസിക്കുന്ന വായുവില്, നമ്മൾ നോർമലി എന്താണ് ചെയ്യുക? നമ്മൾ ശ്വസിക്കുന്ന വായുവിലെ ഓക്സിജൻ നമ്മുടെ ലങ്സിൽ നിന്ന്, അതായത് ശ്വാസകോശത്തിൽ നിന്ന് രക്തത്തിലേക്ക് കലരുകയും ആ രക്തത്തിലുള്ള നമ്മുടെ വേസ്റ്റ് പ്രൊഡക്റ്റ് ആയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ് തിരിച്ച് ലങ്സിലേക്ക് വന്ന് നമ്മൾ ഉച്ഛ്വസിക്കുന്ന വായുവിലൂടെ പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു. അതാണ് സാധാരണ രീതിയിൽ ഉണ്ടാവുന്നത്. അപ്പൊ നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്ന വായുവിലുള്ള ഓക്സിജനാണ് നമ്മുടെ രക്തത്തിൽ കലരുന്നത്. ആ രക്തത്തിലെ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന, നമ്മുടെ രക്തത്തിന് ചുവപ്പ് നിറം കൊടുക്കുന്ന ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന വസ്തു ഈ ഓക്സിജനുമായിട്ട് കലർന്നിട്ടാണ് ഈ ഓക്സിജനെ വഹിച്ച് എല്ലാ ബോഡി പാർട്ടിലേക്കും, അതായത് നമ്മുടെ എല്ലാ കോശങ്ങളിലേക്കും എല്ലാ അവയവങ്ങളിലേക്കും ഈ ഓക്സിജനെ എത്തിക്കുന്നത് നമ്മുടെ രക്തത്തിലെ ചുവന്ന അണുവായിട്ടുള്ള ഹീമോഗ്ലോബിൻ ആണ്. എന്നാൽ ഈ ഓക്സിജന് പകരം നമ്മൾ കാർബൺ മോണോക്സൈഡ് ആണ് ശ്വസിക്കുന്നത് എന്ന് വെക്കുക. ഇപ്പൊ അങ്ങനെ അതിന്റെ ഉള്ളിൽ പെട്ടുപോയ ആളുകൾ ശ്വസിക്കുന്നതിൽ ഓക്സിജനേക്കാൾ കൂടുതൽ അവിടുത്തെ ഈ തീയിൽ നിന്നുണ്ടായ കാർബൺ മോണോക്സൈഡ് ആയിരിക്കും കൂടുതൽ. ഈ കാർബൺ മോണോക്സൈഡ് മാത്രമല്ല കേട്ടോ, നിങ്ങൾക്ക് ഒരു കെട്ടിടത്തിന്റെ ഉള്ളിൽ എന്തൊക്കെ സംഭവങ്ങൾ, പ്ലാസ്റ്റിക് കൊണ്ടുള്ള സംഗതി ഉണ്ടാവും, PVC പൈപ്പുകൾ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ തീ പിടിച്ചു കഴിഞ്ഞാൽ വരുന്ന വാതകങ്ങൾ പലതും വളരെ വിഷമയമായിട്ടുള്ള വാതകങ്ങളാണ്. ഹൈഡ്രജൻ ക്ലോറൈഡ്, സൾഫർ ഡയോക്സൈഡ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള, പ്രത്യേകിച്ച് പ്ലാസ്റ്റിക് ഒക്കെ കത്തിക്കഴിഞ്ഞാൽ നമുക്കറിയാലോ ഒരു കെട്ടിടത്തിനുള്ളിൽ എന്തൊക്കെ സംഗതികൾ ഉണ്ടായിരിക്കും പ്ലാസ്റ്റിക് കൊണ്ടുള്ളതും. അങ്ങനെയുള്ള പല 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 മെറ്റീരിയൽ കൊണ്ടുള്ള നമ്മുടെ ഫർണിച്ചറുകളും, അല്ലെങ്കിൽ നമ്മുടെ സോഫ, കുഷ്യൻ, അങ്ങനത്തെ ധാരാളം സംഭവങ്ങൾ ഉണ്ടാവില്ലേ? ഇതെല്ലാം കത്തുന്ന സമയത്ത് ഉണ്ടാവുന്ന വാതകങ്ങൾ കാർബൺ മോണോക്സൈഡിനെ പോലെ തന്നെ വിഷമയമായിട്ടുള്ള വാതകങ്ങളാണ്. അപ്പൊ നമ്മൾ കാർബൺ മോണോക്സൈഡിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ, ഇത് നമ്മൾ ശ്വസിക്കുന്ന സമയത്ത് നമ്മുടെ ശ്വാസകോശത്തിലൂടെ ഇത് രക്തത്തിൽ കലരുന്നു. ഈ രക്തത്തിലുള്ള ഹീമോഗ്ലോബിൻ ഉണ്ടല്ലോ, ഹീമോഗ്ലോബിൻ എത്രത്തോളം താല്പര്യത്തോടു കൂടിയിട്ടാണ് ഓക്സിജനുമായിട്ട് കലരുന്നത്, അതിന്റെ എത്രയോ ഇരട്ടി
അഫിനിറ്റി എന്ന് പറയും. അതായത് അതിന് കൂടിച്ചേരാനുള്ള അതിന്റെ താല്പര്യം കാർബൺ മോണോക്സൈഡിനോട് വളരെ കൂടുതലാണ്. അതായത് ഇപ്പൊ നിങ്ങളൊരു ഓക്സിജൻ കാർബൺ മോണോക്സൈഡ് നമ്മുടെ ഹീമോഗ്ലോബിന് കൊടുക്കുകയാണെങ്കിൽ ഹീമോഗ്ലോബിൻ ആദ്യം ചാടി പിടിക്കുക കാർബൺ മോണോക്സൈഡിനെ ആയിരിക്കും, ഓക്സിജനെ അല്ല. സോ ഈ അഫിനിറ്റി കാരണം തന്നെ ഈ കാർബൺ മോണോക്സൈഡ് നമ്മുടെ ഓക്സിജനുമായിട്ട് ഹീമോഗ്ലോബിനുമായിട്ട് കലരും. ഓക്കെ, ഈ കാർബൺ മോണോക്സൈഡിനെയാണ് നമ്മുടെ ഹീമോഗ്ലോബിൻ നമ്മുടെ കോശങ്ങളിലേക്കും നമ്മുടെ അവയവങ്ങളിലേക്കും കൊണ്ടുപോകുന്നത്. സോ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അവയവങ്ങളിലേക്കും കോശങ്ങളിലേക്കും ഓക്സിജൻ എത്തുന്നില്ല. ഓക്സിജൻ നമ്മുടെ പ്രാണവായുവാണെന്ന് നമുക്കൊക്കെ അറിയാലോ അല്ലെ. അപ്പോൾ ഈ കാർബൺ മോണോക്സൈഡിനെയാണ് എല്ലായിടത്തേക്കും എത്തിക്കുക, ഈ വിഷവാതകത്തിനാണ് എത്തിക്കുക. അങ്ങനെ നമുക്ക് ഓക്സിജൻ ലഭിക്കാതെയാണ് പലപ്പോഴും ഈ പറയുന്ന എല്ലാ മരണങ്ങളും സംഭവിക്കുന്നത്. അതായത് നമ്മുടെ തലച്ചോറിലേക്കും നമ്മുടെ കിഡ്നികളിലേക്കും നമ്മുടെ ലങ്സിലേക്കും ഹൃദയത്തിലേക്കും എല്ലാം എത്തുന്നത് ഓക്സിജന് പകരം ഈ വിഷവാതകമായിട്ടുള്ള കാർബൺ മോണോക്സൈഡ് ആണ്. ഈ കാർബൺ മോണോക്സൈഡിനെ കൊണ്ടുപോകുന്നത് ആരാണ്? നമ്മുടെ രക്തത്തിൽ തന്നെയുള്ള ഹീമോഗ്ലോബിനും. സോ ഇതാണ് ഇവിടെ പലപ്പോഴും മരണകാരണമായിട്ട് ഉണ്ടാവുന്നത്. സോ നമ്മൾ ഡയറക്ട്ലി നമുക്ക് പൊള്ളലേറ്റിട്ടില്ലെങ്കിൽ പോലും ഇതിൽ നിന്ന് വരുന്ന ഈ പുക ശ്വസിക്കുന്നതാണ് അധികം. ഇപ്പൊ ഞാനും വിശ്വസിക്കുന്നത് ഈ 1049 പേര് മരിച്ചതിലും അധിക പേരും മരിച്ചിട്ടുണ്ടാവുക ഇങ്ങനെയുള്ള വിഷവാതകം ശ്വസിച്ചിട്ടായിരിക്കും. സോ അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക ചോദിച്ചാൽ എനിക്ക് പ്രാക്ടിക്കലി ഒരു കാര്യം മാത്രമാണ് പറയാനുള്ളത്. നമ്മൾ എവിടെ നമ്മൾ താമസിക്കുന്ന അപ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ, നമ്മൾ താമസിക്കുന്ന ഹോട്ടൽ ആയിക്കോട്ടെ, നമ്മൾ കുറച്ച് ദിവസം താമസിക്കാൻ നിൽക്കുന്ന ഒരു എവിടെ ആയിക്കോട്ടെ, നമ്മൾ അന്ന് രാത്രി അവിടെ താമസിക്കാൻ പോകുന്നു എന്നുണ്ടെങ്കിൽ അവിടുത്തെ ഫയർ എക്സിറ്റ് എവിടെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏതു കൂടെയാണ് ഇപ്പൊ നമ്മൾ ലിഫ്റ്റ് ഒരിക്കലും ഉപയോഗിക്കരുത്, ഒരു കാരണവശാലും നിങ്ങൾ ലിഫ്റ്റ് ഉപയോഗിക്കരുത്. ഒരു സ്ഥലത്ത് ഇതുപോലെ തീ ഉണ്ടാവുകയാണെങ്കിൽ ലിഫ്റ്റ് അവർ ആദ്യം ഓഫ് ചെയ്യും. നമ്മൾ ഒരിക്കലും ഇനി ഓഫ് ചെയ്തിട്ടില്ലെങ്കിലും ലിഫ്റ്റ് ഒരിക്കലും ഉപയോഗിക്കരുത്, അത് ഏറ്റവും കൂടുതൽ അപകടമാണ്. സോ നമ്മൾ ലിഫ്റ്റ് അല്ലാതെ അവിടെ സ്റ്റെയർ കേസ് ഉണ്ടായിരിക്കും, ഫയർ എക്സിറ്റ് ഉണ്ടായിരിക്കും. എല്ലാ സ്ഥലങ്ങളിലും എല്ലാ കെട്ടിടങ്ങളിലും അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഫയർ ആൻഡ് സേഫ്റ്റി എന്ന് പറയുന്നത്. സോ അത് എവിടെയാണ് എന്നുള്ളത് പ്രത്യേകിച്ച് നിങ്ങൾക്ക് പരിചിതമല്ലാത്തൊരു സ്ഥലത്ത് പോയി താമസിക്കുമ്പോൾ, ഒരു ഹോട്ടലിൽ പോയി താമസിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയൊരു അത്യാഹിതം എല്ലായിടത്തും പ്രതീക്ഷിക്കണം. നമ്മൾ സ്വന്തമായി താമസിക്കുന്ന ഫ്ളാറ്റ് സമുച്ചയത്തിലാണെങ്കിൽ പോലും നമ്മൾ ഇതൊക്കെ പ്രതീക്ഷിക്കണം അല്ലെ. ഇപ്പൊ ആ താമസിച്ചിരുന്ന അടുത്ത ആളുകൾ പ്രതീക്ഷിച്ചൊരു കാര്യമാണോ ഇത്? അല്ല. ഈ ഒരു അപകടം എവിടെ വേണമെങ്കിൽ സംഭവിക്കാം. ഒരു ഷോർട്ട് സർക്യൂട്ട് കാരണമോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചോ ഇങ്ങനെയുള്ള എന്ത് പ്രശ്നങ്ങൾ കാരണവും ഒരു അഗ്നിബാധ ഏത് സ്ഥലത്തും നമ്മൾ പ്രതീക്ഷിക്കണം. സോ അങ്ങനെ ഒരു സന്ദർഭം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇവാക്യുവേറ്റ് ചെയ്യാൻ, അവിടെയുള്ള ആളുകളെ ഇവാക്യുവേറ്റ് ചെയ്യാനുള്ള ഒരു ഫയർ എക്സിറ്റ് പാത്വേ ഉണ്ടായിരിക്കും. അതെവിടെയാണ്, അത് ഏതു കൂടെയാണ് പോവേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് അത് താഴെ നിങ്ങൾ ആ ഒരു കെട്ടിടത്തിന് പുറത്തെത്തുന്നത് വരെ അത് ഏതു കൂടെയൊക്കെ പോകുന്നു, അതിന്റെ ഓപ്പണിംഗ്, അതായത് പുറത്തെയുള്ള ഓപ്പണിംഗ്. പല സന്ദർഭങ്ങളിലും ഫയർ എക്സിറ്റ് ഉണ്ടായിരിക്കും, പക്ഷേ ഫയർ എക്സിറ്റിന്റെ താഴ്ഭാഗം ചിലപ്പോൾ ലോക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. അത് ലോക്ക് ചെയ്ത് വെക്കാനുള്ളതല്ല. സോ അതെവിടെയാണെന്നും എങ്ങോട്ടാണ് അത് പോകുന്നതെന്നും അവിടെ അതിന്റെ ഏറ്റവും അറ്റത്ത് പുറത്തേക്കുള്ള എക്സിറ്റ് തുറന്നു വെച്ചിരിക്കുകയാണെന്നൊക്കെ നമ്മൾ ഓരോരുത്തരും ഉറപ്പുവരുത്തണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് നമ്മുടെ ഓരോരുത്തരുടെയും സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ ഒരു അത്യാഹിതം വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഇവാക്യുവേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, നമുക്ക് അവിടുന്ന് പെട്ടെന്ന് പുറത്തേക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ പലരും ചോദിച്ചു ഇതെങ്ങനെയാണ്, എന്താ പറയുക, പല മരണങ്ങളും പൊള്ളലേറ്റിട്ടല്ല എന്ന് പറയുന്നത് കേട്ടു ചാനലുകളിൽ. അപ്പൊ എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് ഈ മരണങ്ങൾ സംഭവിക്കുന്നത് എന്ന് പലരും ചോദിച്ചു. അതുകൊണ്ടാണ് ഇന്ന് ഈ ഒരു ടോക്ക് ചെയ്യാമെന്ന് വിചാരിച്ചത്. അതിന്റെ കൂടെ തന്നെ ഈ ഒരു കാര്യം കൂടി എല്ലാവരോടും പറയണമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ താമസിക്കുന്നത് ഒരു ഫ്ളാറ്റിലാണെങ്കിൽ നിർബന്ധമായിട്ടും അതിന്റെ ഫയർ എക്സിറ്റ് എവിടെയാണെന്ന് കണ്ടുവെക്കുക. ഒരു എമർജൻസി ഉണ്ടാവുകയാണെങ്കിൽ അത് ഉപയോഗിക്കാൻ നിങ്ങൾ പ്രാപ്തരാവണം. അതുപോലെ തന്നെയാണ് നിങ്ങളൊരു ഹോട്ടലിൽ താമസിക്കാൻ പോകുന്ന സമയത്തും അതിന്റെ ഫയർ എക്സിറ്റ് എവിടെയാണെന്നും അത് പുറത്തേക്ക് തുറക്കുന്നുണ്ടെന്നും ഉറപ്പുവരുത്തുക. പിന്നെ ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ ഒരു കാര്യം കൂടി ഞാൻ ഒരു സ്ഥലത്ത് വായിച്ചതാണ്. നമ്മൾ താഴെ ഇരുന്ന് നിരങ്ങി പോകുന്നതോ അല്ലെങ്കിൽ ഇഴഞ്ഞു പോകുന്നതോ കുറച്ച് ബെറ്റർ ആയിരിക്കുന്നത് കേട്ടു. അതെന്തുകൊണ്ടാത്രയെന്നറിയോ? ഒരു പുക വന്നു കഴിഞ്ഞാൽ പുക ഏറ്റവും മേലേക്കാണ് പോവുക അല്ലെ. പുക ഒരിക്കലും താഴെ നിൽക്കില്ല, അത് പെട്ടെന്ന് മേലേക്ക് പോയിട്ട് മേലെ ആയിരിക്കും ഏറ്റവും കൂടുതൽ അതിന്റെ ഡെൻസിറ്റി ഉണ്ടാവുക. സോ നമ്മൾ ഈ നടന്നു പോകുമ്പോൾ അതായത് നമ്മൾ ഇറക്റ്റ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് നമുക്ക് ആ പുക കാരണം ചിലപ്പോൾ ഒന്നും കാണാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ ആ പുകയുടെ കട്ടി താഴ്ഭാഗത്ത്, അതായത് നിങ്ങൾ ഇരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഐ ലെവൽ താണും അല്ലെ, ആ ഭാഗത്ത് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും അത്രേ, അതിന്റെ ഡെൻസിറ്റി കുറവായിരിക്കും. അപ്പോൾ നമുക്ക് കാഴ്ച കാണാനും അതുപോലെ തന്നെ ഇത് ശ്വസിക്കുന്നത് കുറയ്ക്കാനും നിങ്ങൾ ഇരുന്ന് ഇങ്ങനെ നിരങ്ങി പോവുകയോ ഇഴഞ്ഞു പോവുകയോ ചെയ്യുന്നത് നല്ലതായിരിക്കും എന്ന് കൂടി ഞാൻ ഒരു സ്ഥലത്ത് വായിച്ചു. ഓക്കെ, അത് എനിക്ക് ലോജിക്കലി ശരിയായെന്ന് തോന്നി. കാര്യം ശരിയാണല്ലോ, ഒരു പുക വന്നു കഴിഞ്ഞാൽ പുക മേലെ ആയിരിക്കും അതിന്റെ കട്ടി കൂടുതൽ ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് താഴ്ഭാഗം ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ആ
സംഭവിക്കാനുള്ള ദുരന്തം സംഭവിച്ചു. പക്ഷെ നമ്മൾ ഓരോ ദുരന്തങ്ങൾ സംഭവിക്കുമ്പോഴും നമുക്കതിൽ നിന്ന് എന്താണ് പഠിക്കാനുള്ളത് എന്നുള്ളത് നമ്മൾ ആദ്യം നോക്കുക. അപ്പോൾ ഇനിയെങ്കിലും നമ്മൾ താമസിക്കുന്ന സ്ഥലത്തെ ഞാൻ സത്യം പറഞ്ഞാൽ നോക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാനൊരു ഫ്ലാറ്റ് സമുച്ചയത്തിലാണ്, അത് 10-30 നിലയുണ്ട് ആ ഫ്ലാറ്റ്. ഞാൻ 14ാമത്തെ നിലയിലാണ് താമസിക്കുന്നത് ഷാർജയിൽ. സോ ഞാൻ ഇത് കണ്ടപ്പോൾ, ഞാൻ ഈ ഒരു കാര്യമൊക്കെ വായിച്ച സമയത്ത് ഞാൻ ആദ്യം പോയിട്ട്, ഞാനും പാപ്പും കൂടി പോയിട്ട് അതിന്റെ ഫയർ എക്സിറ്റും കാര്യങ്ങളും എല്ലാം നോക്കി. ഞങ്ങൾ അത് കൂടെ നടന്ന് നോക്കി, അത് എവിടേക്കാണ് തുറക്കുന്നത് എന്നൊക്കെ പോയി നോക്കി. കാരണം ഞാൻ ഫസ്റ്റ് ആലോചിച്ചത് എന്റെ ഈ ഒരു ഫ്ലാറ്റിൽ ഇതുപോലെ ഒരു അപകടം ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും എന്നുള്ളതാണ്. 14ാമത്തെ നിലയിൽ നിന്ന് എടുത്ത് താഴത്തേക്ക് ചാടാൻ പറ്റില്ല അല്ലേ. അപ്പോൾ പലരും അത് ചെയ്തു, ആ മരണവെപ്രാളത്തിൽ ചെയ്തു പോകുന്നതാണ്. പക്ഷെ അതൊക്കെ ഏറ്റവും കൂടുതൽ അപകടം പിടിച്ച കാര്യമാണ്. അപ്പൊ ഞാൻ 14ാമത്തെ നിലയിൽ നിന്ന് എടുത്ത് ചാടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അതൊന്നും പക്ഷെ നമുക്ക് പ്രാക്ടിക്കലി അല്ലെങ്കിൽ സേഫ് അല്ല. സോ ഞാൻ ആദ്യം അത് ചെയ്തു. അപ്പോൾ നിങ്ങളെല്ലാവരും അങ്ങനെ ഒരു സംഭവം എവിടെയെങ്കിലും, പ്രത്യേകിച്ചിട്ട് ഹോട്ടലുകളിൽ, നിങ്ങൾ പോയി നിൽക്കുന്ന ഹോട്ടലുകളിൽ അത് ആദ്യം പോയി നോക്കുക. ഹോട്ടലിന്റെ ഭംഗിയും ചന്തമൊക്കെ നോക്കുന്നതിന്റെ കൂടെ തന്നെ എവിടെയാണ് ഫയർ എക്സിറ്റ് എന്ന് കൂടി ഒന്ന് നമ്മുടെ മനസ്സിൽ നോക്കി വെക്കുക. അതിന്റെ ഓപ്പണിംഗ്, അത് പുറത്തേക്ക് ഓപ്പൺ ചെയ്തിട്ടാണ് ഇരിക്കുന്നത് എന്ന് കൂടി ഉറപ്പുവരുത്തുക കേട്ടോ. അതെ, ശ്വാസം മുട്ടിയാണ് മരണങ്ങൾ കൂടുതലും, പൊള്ളലേറ്റവർ കുറവാണ്. അതെ, എപ്പോഴും അങ്ങനെ തന്നെയായിരിക്കും. ഏത് അഗ്നിബാധയുള്ള സ്ഥലത്ത് മരണങ്ങൾ സംഭവിക്കുമ്പോഴും അത് അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. ഓക്കെ, ബേബി വാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് ജിനോയ്. അങ്ങനെയാണോ പറയുക? ബേബി വാക്ക് എന്നാണോ പറയുക? നമ്മൾ ഇങ്ങനെ ഒരു ഫയർ സംഭവത്ത് നമ്മളിങ്ങനെ ഇരുന്ന് നിരങ്ങി പോകുന്നതിന് ബേബി വാക്ക്? എനിക്കറിയില്ല കേട്ടോ, ഞാൻ ചോദിക്കുകയാണ്. ജിനോയ് ഇവിടെ ബേബി വാക്ക് നിട്ടത് കൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ഇനി അങ്ങനെ ഒരു പേരുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ വായിച്ചതാണ് ഒരു സ്ഥലത്ത്. നമ്മളങ്ങനെ ഇങ്ങനെ താഴെ ഇരുന്ന് പോകുന്നതോ അല്ലെങ്കിൽ നിരങ്ങി പോകുന്നതോ എഴഞ്ഞു പോകുന്നതോ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. നമ്മുടെ ഇത് ശ്വസിക്കുന്നത് കുറയ്ക്കാനും നമ്മുടെ ബെറ്റർ വിസിബിലിറ്റി, നമുക്ക് ബെറ്ററായി കാണാനും നല്ലതായിരിക്കും ഞാൻ വായിച്ചു. ഓക്കെ, അപ്പോൾ ഒരിക്കൽ കൂടി മരണപ്പെട്ട എല്ലാവർക്കും, അവരുടെ കുടുംബാംഗങ്ങൾക്കും, മരണപ്പെട്ടവർക്ക് ആദരാഞ്ജലികളും, അതുപോലെ കുടുംബാംഗങ്ങൾക്ക് അത് താങ്ങാനുള്ള കരുത്തും സർവേശ്വരൻ നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഓക്കെ, അപ്പൊ ഇന്ന് സൺഡേ ആയിട്ട് അത്രയേ ഉള്ളൂ. സോ ഇത് മാക്സിമം പേരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് എത്തിക്കാൻ പറ്റുന്നവർ എത്തിക്കുക കേട്ടോ. ക്രോളിംഗ് എന്നാണ് പറയുക. ഓക്കെ, ക്രോളിംഗ് ഈസ് ഓൾസോ ഫൈൻ. ലൈക്ക് ക്രോളിംഗ്, നമ്മൾ എഴയുക എന്നാണല്ലോ ക്രോളിംഗ്. അതായത് പാമ്പൊക്കെ ക്രോൾ ചെയ്യാന്നല്ലേ പറയുക, എഴഞ്ഞു നീങ്ങുക, ക്രോളിംഗ് ഫൈൻ. യെസ്, ബേബി വാക്ക് എനിക്ക് പുതിയൊരു വാക്കാണ് കേട്ടോ. ഞാനത് എന്തായാലും നോക്കാം. ബേബി വാക്ക് എന്ന് പറയുന്നത് എനിക്കറിയില്ല. ചുരുങ്ങി പറഞ്ഞ ഇതേ ഉള്ളൂ. നമ്മൾ കുട്ടികൾ എഴഞ്ഞു നീങ്ങില്ലേ, കുട്ടികളെ അങ്ങനെ എഴയാന്നൊക്കെ പറയും, നമ്മൾ നീന്തുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ പോവുകയാണ് കുറച്ചുകൂടി ബെറ്റർ എന്നുള്ളത്. വീഴാനൊക്കെയുള്ള സാധ്യത കുറവായിരിക്കുമല്ലോ. നമ്മൾ പലപ്പോഴും പലയിടത്തും വീഴും അല്ലെ. നമ്മൾ അതിനൊക്കെ ഉപകരിക്കുന്നു തോന്നുന്നു നമ്മൾ അങ്ങനെ മുന്നോട്ട് പോകുന്നത്. യെസ്, അപ്പോൾ ഇന്നത്തെ ടോക്ക് ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് വേറൊരു ടോക്കുമായിട്ട് കാണാം കേട്ടോ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് ആശംസിക്കുന്നു. ബൈ.